അരനൂറ്റാണ്ട് മുമ്പ് അമ്മയോടൊപ്പം വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. പിന്നെ ജോലി തിരക്കൊക്കെ ആയിട്ട് അതൊക്കെ അങ്ങ് വിട്ടുപോയി. വിശ്രമ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ കുറച്ച് പച്ചക്കൃഷി ആവാമെന്ന് വെച്ച് നോക്കുമ്പോൾ സ്ഥലമൊക്കെ മാറി. ഇപ്പോഴത്തെ സ്ഥലത്ത് ആകപ്പാടെ ഒരു ഇത്തിരി മിറ്റമുള്ളത്, മിക്കവാറും കോൺക്രീറ്റ് ടൈലാണ്. അപ്പോൾ പിന്നെ ഉള്ള സ്ഥലത്തിൽ ചെറിയ ചെടിച്ചട്ടിയിലും മട്ടുപ്പാവിലൊക്കെ ആയിട്ട് പച്ചക്കൃഷി വളരെ ചെറിയ തോതിൽ തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. അതിനെയാണ് ഞാൻ നാനോ ഹോർട്ടിക്കൾച്ചർ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഒരു ഹോബി പേരാണെന്ന് കൂട്ടാം. ചെടിച്ചട്ടിയിലെ ക്യാരറ്റ് കൃഷിയും വെണ്ട കൃഷിയാണ് ഒരു ചിത്രത്തിൽ കാണുന്നത്. ഇതൊരു എൻ്റെ റെസ്ക്യൂഡ് പപ്പായ എന്ന് ഞാൻ പറയുന്ന ഒരു രസകരമായ കഥയാണ്. വീട്ടുമുറ്റത്ത് വലിച്ചെറിഞ്ഞ പപ്പായയുടെ വിത്ത് താനെ മുളച്ച് ഒരു പപ്പായ ചെടി ഉണ്ടായി. അത് വളരെ ചെറിയ ചെടിയായിരുന്നു. ഒരു കരിങ്കല്ല് കിടക്കുന്നുണ്ടായിരുന്നു. ആ കരിങ്കല്ലിൻ്റെ അടിയിലാണ് അത് മുളച്ച് വന്നിരുന്നത്. അപ്പോൾ അത് ആ കരിങ്കല്ല് കണ്ടില്ലേ, ഈ കരിങ്കല്ല് അവിടുന്ന് മാറ്റി വളരെ കഷ്ടപ്പെട്ട് ആ ചെടിക്ക് കുറച്ച് വളരാനുള്ളൊരു അവസരം കൊടുത്തു. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ചെടിയുടെ ഇലകൾ കണ്ടില്ലേ, 3 കോണുകളായിട്ടുള്ള ഇലകളാണ് തുടക്കത്തിൽ കാണുന്നത്. അത് പപ്പായക്ക് അങ്ങനെയാണ്. പപ്പായ വളർത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയുണ്ടാവും. പപ്പായക്ക് സാധാരണ തുടക്കത്തിൽ അങ്ങനെ കമ്പുകളൊന്നും ഉണ്ടാവില്ല, ബ്രാഞ്ചസ് ഉണ്ടാവുന്ന ചെടിയല്ല. ഇത് കുറച്ചുകൂടെ വലുതായി. അപ്പോൾ നോക്കുക, അതിൻ്റെ ഇലകളുടെ പാറ്റേൺ മാറി. കുറേ അധികം ലോബ്സൊക്കെ ആയിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറായി പപ്പായയുടെ ഇല. നല്ല രസമുണ്ട് അത് കാണാൻ. ഇതിങ്ങനെ ഒരു പണ്ട് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇലകളുടെ ഷേപ്പുകളൊക്കെ പഠിച്ചൊരു ഓർമ്മയാണ് ഞാൻ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പിന്നെയും വലുതായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു അരയാൾ പൊക്കമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ആ പപ്പായ വളർന്നു വരുന്നത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ തലയൊന്ന് പൊട്ടിപ്പോയി. അതാണ് ഈ കാണുന്നത്, കുറച്ച് വലുതായി വന്നു. അപ്പോഴേക്കും പൂമൊട്ടുകളൊക്കെ ആയി. പക്ഷേ പഴയ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും കായുള്ള മുട്ടുകളല്ല, ഇതെല്ലാം കായില്ലാത്ത മുട്ടുകളാണ്. അപ്പോൾ അത് ഇനിയും വളരുമോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിന് കുറച്ച് സൈഡിൽ കുറച്ച് ചെറിയ തളിരുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തളിരുകൾ സാധാരണ പതിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഒന്നിച്ച് വളരില്ല. അതിൽ മേലെയുള്ള തളിരുകൾ അധികം ശക്തി കൂടി വളരും, താഴെയുള്ള തളിര് അങ്ങനെ വളരില്ല. ഇത് ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടുണ്ടാക്കിയ ക്യാരറ്റ് ചെടികളാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ക്യാരറ്റ് ഉണ്ടാകുമെന്ന് എനിക്ക് വലിയ അനുഭവമൊന്നുമില്ല. അപ്പോൾ കുറച്ച് ക്യാരറ്റിൻ്റെ വിത്ത് ഓൺലൈൻ വാങ്ങിച്ചിട്ട് ചെടിച്ചട്ടികളിൽ ഇങ്ങനെ നട്ടു. ഭാഗ്യത്തിന് കുറേ മുളച്ച് വന്നു. ഇങ്ങനെയൊക്കെ കുറേ ചെടികളൊക്കെ ഉണ്ടായി. ഇതിങ്ങനെ കാറ്റിലാടണ കാണാനൊക്കെ വലിയ സന്തോഷമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഈ നാട്ടിലങ്ങനെ ക്യാരറ്റ് വളർന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് അതിൻ്റെ തുടക്കം. ചെടിച്ചട്ടികളിൽ വേർമി കമ്പോസ്റ്റ്